വേറെ എന്തിലേ ഓടിയാലും പിടിക്കൂലേ? ഓടിയ സ്ഥലത്ത് മാത്രം ആനയ്ക്ക് വരാനുള്ള ഇതില്ല. ഇല്ല. ഞാൻ അങ്ങനെ അത് ഓർത്തോടിയതല്ല, എന്തോ ഭാഗത്തിൽ അതിന് ഓടിയെത്തിയല്ലേ? തിരിഞ്ഞു നോക്കുമ്പോൾ മറ്റേ തൊട്ട് പുറകെ തന്നെ ആനയുണ്ട്. ആനയുണ്ട്. അപ്പത്തേനും അവിടെ നിന്ന് ഒരു വലിയ പാറേൻ്റെ മുകളിൽ താഴേക്ക് ചാടി, പിന്നെ അടുത്ത പാറേൻ്റെ മുകളിൽ കയറി ഓടി. ഞാനെതിരെ കയറി വരുമ്പം പിന്നെ നമ്മളെ കക്ക വയ്ക്കുന്ന ആനയുണ്ട്, ശ്രദ്ധിക്കണമെന്ന്. പിന്നെ ഈ വണ്ടിക്കാരൻ എന്നെ കൂട്ടാൻ വന്ന സമയത്ത് ഈ കടയ്ക്ക് മുന്നിൽ ആനയുണ്ട്. പിന്നെ രാത്രി ഞാൻ ഉറങ്ങി കഴിക്കുന്ന 2 മണിക്ക് വന്നിട്ട് പിള്ളമാരെ വിളിച്ച് ആനയുണ്ട്, ഇവിടെ ആനയുണ്ട്, അവിടെ ആനയുണ്ട്. മുഴുവൻ ആനയായിരുന്നു അന്നത്തെ ദിവസം. അത് എങ്ങനെ വന്നു എന്നുള്ളത് നമ്മുടെ ഷോൾഡർ ഇറങ്ങിപ്പോയി. അവിടെയാണ് തട്ടിയൊന്നും ഓർമ്മയില്ല. അപ്പോൾ ആറേ വീണ വീഴ്ചയ്ക്കായിരിക്കും. ഫുള്ള് മരങ്ങളും കാടുകളും അല്ലെങ്കിൽ മറ്റേ പാറകളും നിറഞ്ഞ സ്ഥലം. അത് അവിടെ ഒന്നും ഒരു കൃഷി പോലും ചെയ്യാൻ പറ്റില്ല. നടക്കില്ല. ഇല്ലില്ല. ഈ മേഖല 11ഉം 12ആയിട്ട് ഫുള്ള് ആന തന്നെയാണ്. എല്ലാ ഭാഗങ്ങളിലും ഒരു ഭാഗം ഒഴിവില്ല. അങ്ങനെ ആനയാണ്. ഇത്ര ആനയല്ലേ? നമസ്കാരം. ഞാനിപ്പോൾ കണ്ണൂർ ജില്ലയിലെ ആറളം ഫാമിലെ ബ്ലോക്ക് 12-ലാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ കണ്ടിരുന്നു അനീഷ് എന്ന് പറയുന്ന ഒരു യുവാവിനെ ബ്ലോക്ക് 10 കോട്ടപ്പാറ എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് ഒരു മോഴയാന അതിക്രൂരമായി വീടിൻ്റെ മുൻവശത്ത് വെച്ച് കൊലപ്പെടുത്തിയ ആ ഒരു സംഭവമൊക്കെ നമ്മൾ അറിഞ്ഞതാണ്, നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ആ ഒരു വീട്ടിൽ നമ്മൾ അന്നത്തെ ഒരു ദിവസം മുഴുവൻ നമ്മൾ അന്ന് അവിടെ നടന്ന പ്രക്ഷോഭവും കാര്യങ്ങളൊക്കെ നമ്മളന്ന് കണ്ടതാണ്. അതേ ദിവസം തന്നെ മറ്റൊരു ബ്ലോക്കിലും ഇതേപോലെ തന്നെ ഒരു കാട്ടാന ആക്രമണം ഉണ്ടായി. ആറളം ഫാമിലെ ബ്ലോക്ക് 2 എന്ന് പറയുന്ന പ്രദേശത്ത് അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു തൊഴിലാളിയെ കാട്ടാന ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒരേ ദിവസം തന്നെ 2 സംഭവം നടന്നിരിക്കുകയാണ്. പക്ഷേ രണ്ടാമത്തെ ഈ ഒരു സംഭവത്തിൽ അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് പരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് ഒന്ന് ചോദിച്ചറിയാനായിട്ടുള്ള ഒരു ശ്രമമാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ നടത്തുന്നത് കേട്ടോ. ഇതാണ് ആ ചേട്ടൻ്റെ വീട്ടിലേക്കുള്ള വഴിയാണ് കേട്ടത്. നമ്മളിതായാലും അദ്ദേഹത്തെ കാണാനായിട്ട് പോവുകയാണ്. ഇതൊക്കെ നമ്മൾ പോകുന്ന വഴിക്ക് കാണുന്ന വീടുകളാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആളുകൾ സ്വന്തം കയ്യിൽ നിന്ന് ഇവിടെ പൈസ ഇട്ടിട്ട് നിർമ്മിച്ച വീടുകളാണ്. അതായത് സാധാരണ പണിത് കൊടുക്കുന്ന വീട് ഇതുപോലെ ഇത്രയും വലുപ്പവും ഇത്രയും ഭംഗിയൊന്നും ശരിക്കും കാണാറില്ല. പക്ഷേ ഇത് ആളുകൾ സ്വന്തം കയ്യിൽ നിന്ന് കൂടെ പൈസ മുടക്കിയിട്ട് പണിയുന്ന വീടാണ് കേട്ടോ. അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഈ പ്രദേശമൊക്കെ ഈ കാണുന്ന ഈ പറമ്പിൽ കൂടെയൊക്കെ രാത്രി ആന സ്ഥിരമായിട്ട് ഉള്ള ഒരു പ്രദേശമാണ്. അതുപോലെ തന്നെ ഈ ഒരു പറമ്പിൽ നിരന്തരം കാട്ടാന വരുന്ന ഒരു പ്രദേശമാണ്. നമുക്കിവിടെ ഓരോ സാധനങ്ങളൊക്കെ ഒടിഞ്ഞും ഒക്കെ കിടക്കുന്നതാണ്. ഇതൊരു കശുമാവാണ്. കണ്ടോ, ഇവിടെ ഇതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ കാട്ടാന ഒഴിച്ചതാണ്. ഈ പറമ്പിൽ കൂടെയൊക്കെ രാത്രി ആയിക്കഴിഞ്ഞാൽ വലിയ തോതിലുള്ള കാട്ടാന ശല്യമുള്ള ഒരു പ്രദേശം തന്നെയാണ്. നമ്മൾ ഒരു തെങ്ങ് കിടക്കുന്നുണ്ടോ, അപ്പുറം വേറൊരു തെങ്ങ്, അതിൻ്റെ ഇപ്പുറത്തോട്ട് നോക്കിയാൽ ഇവിടെയൊക്കെ തെങ്ങുകൾ ഇഷ്ടംപോലെ ആന മറിച്ചിട്ടുണ്ട്. എന്താ അവിടെ ഒരു തെങ്ങ്, അതിൻ്റെ അങ്ങ് അവിടെയുണ്ട്. ഇഷ്ടംപോലെ തെങ്ങുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം ആന മറിച്ചിട്ടിരിക്കുന്നതാണ്. നമുക്കിവിടെ ഒരു വീട് കാണാം. ഇത് ആൾ താമസമില്ലാതെ കാലിയായിട്ട് കിടക്കുന്ന ഒരു വീടാണ്. ആ വീടിൻ്റെ ഒരു വലിപ്പവും ഏകദേശം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതാണ് ഇവർക്ക് കിട്ടുന്ന വീടിൻ്റെ ഒരു വലിപ്പം. ഇത് മറ്റൊരു വീടാണ്. ഇത് ഈ വീട് പണിത ആളുകൾ സ്വന്തം കയ്യിൽ നിന്ന് കൂടെ കുറച്ച് പൈസ മുടക്കിയിട്ട് ചെയ്തതാണ് കേട്ടോ. അതാണ് ഈ വീടിന് ഇത്രയും വലിപ്പ വ്യത്യാസം വരുന്നത്. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് സുരേന്ദ്രൻ. ഇത് ഏത് ബ്ലോക്കിൽ നിന്നാണ് സംഭവം? ഒന്നാം ബ്ലോക്ക്. ഇത് ചേട്ടൻ താമസിക്കുന്നത് 12ാം ബ്ലോക്ക്. അവിടെ എന്താ ചെയ്തുകൊണ്ടിരുന്നത് ചേട്ടൻ? ഞാൻ വുഡ് എർത്ത് കമ്പനീൻ്റെ പണിക്കാരാണ്. വുഡ് എർത്ത് മറ്റേ ജിമ്മി ജോർജിൻ്റെ ഷാനി സാറിൻ്റെ. അപ്പോൾ അവിടെ ജോലിക്കാരനാണ്, അവിടുത്തെ പണിക്കാരൻ. ഇത് എത്ര മണിക്കാണ് സംഭവം നടന്നേ? ഏകദേശം 11-11 കാലം ഇങ്ങനെ. ഉച്ചയ്ക്കാണ് നടന്നേ? പകല് 11-11 കാലം. അപ്പോൾ പട്ടിയുണ്ട്, ഒരു 10 പട്ടിയുണ്ട്. കുറച്ച് പട്ടികൾ മുന്നിൽ കയറി, അതിൻ്റെ പുറകെ ഞാനും കയറി. പട്ടീനൊന്നും ഒന്നും ചെയ്തില്ല, കണ്ടില്ല. ഞാനും കണ്ടില്ല, പട്ടിയും മരിയെ കണ്ടില്ല. എൻ്റെ നേരെ ഒരു 5 മീറ്റർ അത്രേ ഉള്ളൂ അടുത്തേക്ക് എത്തി ആന ഓടി വന്നിട്ട്. ശ്രദ്ധിച്ചില്ല. അതായത് തെളിച്ചിട്ട സ്ഥലം അത്, അല്ലാതെ കാടല്ല, തെളിച്ചിട്ട സ്ഥലമാണ്. തെളിച്ചിട്ട സ്ഥലം. അതായത് മറ്റേ ആ കെട്ടിടം ഇരിക്കുന്നതിൻ്റെ അതിന് തൊട്ട് പുറകിലോട്ടുള്ള എല്ലാം ബാക്കി തെളിച്ചതാണ്. പക്ഷെ അതിനകത്ത് എങ്ങനെ വന്നു എന്നുള്ളതാണ്. അതിൻ്റെ അങ്ങോട്ട് ബാക്കിലോട്ടുള്ള പ്രദേശത്തല്ല ആന സ്ഥിരം? അതിൻ്റെ തൊട്ടപ്പുറത്താണ് ആന സ്ഥിരമുള്ളത്. അന്നത്തെ ദിവസം അവിടെ ആനയുണ്ട്. അവിടെ ഉണ്ടല്ലേ? അവിടെ ഉണ്ട് എല്ലാ ദിവസവും. അങ്ങേ സൈഡ് ആനയുണ്ട്, നമ്മളെ ഭാഗത്ത് ആനയില്ല.
അതിൽ തരത്തിലും കയറി. ഫെൻസിന്റെ ഉള്ളിൽ കയറിയത്? ഏതാ ഫെൻസിന്റെ ഉള്ളിൽ? ഫെൻസിങ് ഇട്ടില്ല നമ്മൾ, അങ്ങേ സൈഡിൽ ഇട്ടില്ല. അങ്ങനെ കയറി. കോമ്പൗണ്ടിന്റെ ഉള്ളിൽ കയറിയിട്ടില്ല അല്ലേ? കോമ്പൗണ്ടിൽ അങ്ങോട്ട് കയറിയില്ല. എന്നിട്ട് എന്താ സംഭവിച്ചത്? ആന ഓടിച്ചു. ഞാൻ ഭാഗ്യത്തെ ഒരു പാറക്കെട്ട് വഴിയാണ് ഓടിയത്. അപ്പോൾ അതുകൊണ്ട് മാത്രം ആന. കുളത്തിന്റെ പ്രദേശമാണോ സ്ഥലം? കുളത്തിൻ്റെ അപ്പുറത്തല്ലേ? ഞാൻ അതിൽ ആ സമയത്താണ് ഓടിയ സമയത്ത് എന്തോ പാറക്കെട്ട് വഴി ഓടാൻ വേണ്ടി തോന്നി. അതുകൊണ്ട് മാത്രം തിരിഞ്ഞു നോക്കിയാൽ മറ്റേ തൊട്ട് പുറകെ തന്നെ ആനയുണ്ട്. അപ്പോഴത്തേനും അവിടെ നിന്ന് ഒരു വലിയ പാറേൻ്റെ മുകളിൽ താഴേക്ക് ചാടി. പിന്നെ അടുത്ത പാറേൻ്റെ മുകളിൽ കയറി ഓടി. പിന്നെ അവിടെ വീണുപോയി. എങ്ങനെ തട്ടി അങ്ങനെ വീണുപോയി. വീണിടത്ത് ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ ആനയില്ല. എന്തായാലും പെട്ടെന്ന് എഴുന്നേറ്റ് ഓടാൻ വേണ്ടി റോഡിലിറങ്ങി കൈ അങ്ങ് പോയി. കൈ ഇതായിപ്പോയി. നമ്മുടെ ഷോൾഡർ ഇറങ്ങിപ്പോയി. അവിടെയാണോ തട്ടിയൊന്നും ഓർമ്മയില്ല. അപ്പോൾ ആറേ വീണ വീഴ്ചയ്ക്കായിരിക്കും. അപ്പോൾ ആ സമയത്ത് ബോബി സാർ ഒച്ച കേട്ട് വിളിച്ചാൽ ഞാൻ എന്തോ ഒച്ചയാക്കിയായിരുന്നു. ബോബി സാർ വിളിച്ചാൽ എന്താ സംഭവം? ഞാൻ പറഞ്ഞു സാറേ ഇങ്ങനെ ആന ഓടിച്ചു പരിക്ക് പറ്റിയിട്ടുള്ള വണ്ടി എടുത്ത് വേഗം വരാൻ പറഞ്ഞു. അപ്പോൾ ബോബി സാർ അങ്ങ് പോലീസുകാരിൽ അങ്ങ് താഴെയുള്ളൂ. ബോബി സാർ വിളിച്ചു പറഞ്ഞു, ഓഫീസിൽ വിളിച്ചു പറഞ്ഞപ്പോൾ അവിടെയുള്ളൊരു വണ്ടി എടുത്ത് വന്നു. ആ സംഭവം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. വളരെ ഭീകരമായ സംഭവമായിപ്പോയില്ലേ? വളരെ അടുത്ത്. അത് അങ്ങോട്ട് ഓടിക്കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. അപ്പുറത്ത് വേറെ എങ്ങോട്ട് ഓടിയാലും രക്ഷയില്ല, പിടിക്കും. ആണല്ലേ? ഒരു 10-20 മീറ്റർ ഓടുമ്പോഴത്തേനും പിടിക്കും. അത്ര അടുത്തായി പോയി. ഇത് മറ്റേ മോഴയാനയാണോ അത്? അല്ല, അതൊരു ചെറിയ കൊമ്പന. ചെറിയൊരു കൊമ്പനാണ്. ശരിക്കും അന്നെ ഞാൻ കണ്ടു. ചെറിയ കൊമ്പന, ഒരു കുട്ടിക്കൊമ്പൻ. അവരും വൈകിട്ട് കണ്ടായിരുന്നു. ഞാൻ പറയുന്ന സ്ഥലത്ത് ആനയുണ്ട്, വൈകിട്ട് അവർ കണ്ടായിരുന്നല്ലേ? എന്നിട്ട് ആശുപത്രിക്ക് പോയോ? ആശുപത്രി സ്കൈ ഹോസ്പിറ്റലിലേക്ക്. അന്നേരം ഇത് ആരെങ്കിലും വിളിച്ചു പറഞ്ഞു? എന്നിട്ട് എങ്ങനെ ഈ സംഭവം നടന്നു കഴിഞ്ഞപ്പോൾ സാറ് വിളിച്ചു പറഞ്ഞു. സാറ് വിളിച്ചു, സാധിക്കാനെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ സാധിക്കും വന്ന് വണ്ടി എടുത്ത് വന്ന് കൊണ്ടുപോയില്ലേ? നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ അവിടെ കുറേ തൊഴിലാളികളില്ലേ? ഉണ്ട്. ഇപ്പം 10-20 തൊഴിലാളികൾ എടുത്തിട്ടുണ്ട്. നേരത്തെ കുറച്ച് പണിക്കാരേ ഉള്ളൂ. ഈ ഇഷ്ടംപോലെ തെങ്ങ് അവിടെ മറിച്ചിട്ടുണ്ട്. തെങ്ങ് ഇഷ്ടംപോലെ മറിച്ചിട്ടുണ്ട്. ആന തെങ്ങ് നമ്മൾ നമ്പറൊക്കെ അടിച്ചത് എല്ലാം അടിച്ച് പറയും. എല്ലാം തീർക്കും അല്ലേ? മോഴ വന്നാൽ മാത്രമേ അങ്ങനെ എഴുതുള്ളൂ. മോഴയാണ് തെങ്ങ് കരിയാറ്റ് കളയുന്നു. മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ തെങ്ങ് എന്തായാലും കളയും. ഒരു 4-5 തെങ്ങ് ഷൂറാണ് ഒറ്റ ദിവസം. നമ്മൾ ഈ ഭാഗം മാത്രം. അങ്ങേ ഭാഗത്ത് എത്രയോ പോകുന്നു അറിയില്ല. എൻ്റെ ആ ഭാഗം മാത്രം 5 തെങ്ങ് അങ്ങനെ എന്തായാലും കളയും. ഞാൻ മറ്റേ സാധിക്കാതെ അടുത്ത് ആ പറമ്പിൽ പോയപ്പോഴും പറയുന്നത് കേട്ടായിരുന്നു, മോഴയാണ് കൂടുതൽ തെങ്ങ് കളയുന്നത്. മോഴ വന്നോ എൻ്റെ ഭാഗത്ത് മാത്രം 5 തെങ്ങെങ്കിലും കളയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ 5 തെങ്ങ് എൻ്റെ ഭാഗം മാത്രം. അത് അത്രയേ ഉള്ളൂ. ഒരു 1000-ന്റെ മേലെ തെങ്ങുള്ളൂ. അത് മാത്രം കളയുന്നുണ്ട് അതിനകത്ത്. ഇവിടെ അനീഷിനെ കൊന്നതും ആ മുഴ തന്നെയല്ലേ? അനീഷിനെ കൊന്ന മുഴ തന്നെയാണെന്ന് അവർ പറഞ്ഞു. അത്രയും വലിയ ചവിട്ടും ഭയങ്കര ഡേഞ്ചറും അല്ലേ? ഭയങ്കര ഡേഞ്ചർ. വലിയ ചവിട്ടാണ്, വലിയ കാൽപ്പാട്. ഇത് എന്നെ ഓടിച്ച് വളരെ ചെറിയ തന്നെയാണ്, ഒരു ചെറിയ കുട്ടിക്കൊമ്പ്. അതിന്റെ മോഴയൊക്കെ മുമ്പിൽ വിട്ട് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. മോഴയുടെ മുമ്പിലൊന്നും വിട്ട് കഴിഞ്ഞാൽ കുറച്ച് ദൂരേക്കാണ് ഞാൻ കാണുന്നുണ്ട്. എല്ലാം ഒരു ഉദാഹരണം ഞാൻ മോഴനെ കണ്ടിട്ടുണ്ട്. ഭീകരണം. അതുപോലെ തന്നെ ആന വേറെയുണ്ട്. മോഴനെ പോലെ തന്നെ ആന വേറെയുണ്ട്. കൊമ്പനൊക്കെ പക്ഷേ മരം കാണുന്നുണ്ട്. എല്ലാ ദിവസവും മിക്ക ദിവസം കാണും. ഞാൻ ഇന്ന് ചിത്തുവിനെ വിളിച്ച് ചോദിച്ചു, ആന കണ്ടോ? ഇല്ല, ആന ഇന്ന് കണ്ടിട്ടാണോ? അങ്ങേ സൈഡിൽ ആനയുണ്ട്. കുളത്തിൻ്റെ സ്ഥലം, അവിടെ വെള്ളമുള്ള സ്ഥലം. കുളത്തിൻ്റെ അതിലേക്ക് ഞാൻ പോയിട്ടുണ്ട്. അങ്ങ് അപ്പുറത്തെ കുളത്തിലും വെള്ളമുണ്ട്. ഇപ്പോൾ കശുമാങ്ങ ആയതുകൊണ്ട് എല്ലാം അവിടെ തമ്പടിച്ചേക്കും അല്ലേ? തീറ്റയുണ്ടല്ലോ. ഓടിച്ചിട്ടും ഈ ഓടിക്കുന്ന ഒക്കെ ഓടിച്ചാൽ ആന അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടല്ലേ? എത്ര ഓടിച്ചാലും അങ്ങോട്ട് പോകില്ല. ആന കടന്നു പോകില്ല. അവർക്ക് തീറ്റകളുണ്ട്. ഒരു കാലത്തും കടന്നു പോകില്ല. ഇത് എത്രയോ ശ്രമിച്ചു, കിടക്കുന്നില്ല. അപ്പോൾ ഈ എലഫന്റ് ഡ്രൈവ് എന്ന് പറഞ്ഞപ്പോൾ ആന ഓടിക്കുന്ന ആന അതുപോലെ തന്നെ തിരിച്ചു പോരും. അതേപോലെ തിരിച്ചു വരും. ആന ഇത് ഓടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ആന നിൽക്കുന്ന താവളം ആദ്യം കണ്ടെത്തി അത് കളയണം, നശിപ്പിക്കണം. അങ്ങനെ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ ഇല്ലാത്തണ്ടല്ലേ? കാട് പിടിച്ച് കിടക്കണം. ആന എവിടെയാണോ തമ്പടിച്ച് നിൽക്കുന്നത് ആ സ്ഥലങ്ങൾ ആദ്യം വെട്ടി ക്ലീനാക്കണം. കൂടുതലും ഫാമിന്റെ സ്ഥലങ്ങളാണോ? ഫാമിന്റെ സ്ഥലം അല്ലേ? ഫാമിന്റെ സ്ഥലങ്ങളിൽ തന്നെയല്ല കൂടുതൽ. ഫാമിന്റെ സ്ഥലത്ത് തന്നെ മുഴുവൻ ആനയുള്ളത് അല്ലേ? ഫാമുകാർക്കൊരു ഇതുമില്ല. അതാണ് മെയിൻ ഇത്. ഇപ്പോൾ നിങ്ങളൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഈ സ്ഥലത്തോടെയൊക്കെ പോകുമ്പോൾ ഒരു ഗ്യാരണ്ടി ഇല്ലല്ലേ? ഇല്ല, ഒന്നുമില്ല. ഇപ്പം എത്ര വർഷമായി ചേട്ടൻ അവിടെ ജോലി ചെയ്യാൻ? ഞാനിപ്പോൾ 1.5 വർഷമായി. ഇതുപോലെ ഇതിന് മുന്നേ ആന ഓടിക്കുന്നത് ഇല്ല, ഇന്നുവരെ ഓടിച്ചില്ല. ദിവസം കാണുന്നുണ്ടല്ലേ? മിക്ക ദിവസവും കാണുമെന്ന് നേരത്തെ കാണുന്നതുകൊണ്ട് അതിന് മുൻകരുതൽ എടുക്കൂല. മുൻകരുതലുണ്ട്. അതായത് നമ്മൾ കാണുന്നതുകൊണ്ട് പടക്കം എൻ്റെ കയ്യിലുണ്ടാവും. അന്ന് പടക്കം പൊട്ടിക്കാൻ പോലുള്ള അവസരമില്ല. അത്രയും പെട്ടെന്നായി പോയി. ഇത്രയും പടക്കം കീശക്കകത്ത് എടുക്കാനുള്ള സമയമൊന്നുമില്ല. ഇത് ശരിക്കും ഏകദേശം എത്ര അടുത്ത് ഉണ്ടായിരുന്നു ആന?
ഇത് തന്നെ ഈ പിന്നെ തേക്കും ഞാനും ഈ തേക്കും ഞാനുമായിട്ടുള്ള ദൂരം അത്ര വ്യത്യാസമുള്ളൂ അല്ലേ? അത്ര വ്യത്യാസമുള്ളൂ. ഇനി എത്തി എൻ്റെ അടുത്ത് ഒരു 5-6 മീറ്റർ. അത്രേ ഉള്ളൂ. 5 മീറ്റർ കഷ്ടി അത്രേ ഉള്ളൂ. അത്ര അടുത്തെത്തിപ്പോയി. കാരണം അവിടെ നിന്ന് എല്ലാം പാറക്കെട്ട സൈഡിൽ ആ പാറയുള്ളതുകൊണ്ട് അങ്ങനെ ശ്രദ്ധിച്ചില്ല. പക്ഷെ വലിയ ആനയാണെങ്കിൽ നമ്മൾ കണ്ടാണ്. വളരെ ചെറിയ ആനയായി പോയി. അതവിടെ നിൽക്കുമായിരുന്നു അടുത്ത് എത്തിയപ്പോഴാണ് ഓടിച്ച് എൻ്റെ നേരെ ചെരുപ്പ് അഞ്ഞു വന്നപ്പോൾ ഞാൻ കണ്ട് 2 ഒച്ചയാക്കി എന്നിട്ട് ഓടി. തിരിഞ്ഞു നോക്കുമ്പോൾ തൊട്ട് പുറകെ തന്നെ ഉണ്ട്. കുറച്ച് ദൂരം ഓടിയില്ല? കുറച്ച് ദൂരം ഓടി. ഒരു 10-20 മീറ്ററിൻ്റെ മേലെ ഓടിയിട്ടുണ്ടല്ലേ? 20 അപ്പോഴത്തേക്കും ഞാൻ റോഡ് താഴേക്ക് ഇറങ്ങി. പക്ഷെ അതിലെ ഞാൻ ഓടിയാൽ ആന എന്തായാലും ഇറങ്ങാൻ പറ്റില്ല. വേറെ എന്തിലേ ഓടിയാലും പിടിക്കൂല. ഓടിയ സ്ഥലത്ത് മാത്രം ആനയ്ക്ക് വരാനുള്ള ഇതില്ല. ഇല്ല. ഞാൻ അങ്ങനെ ഓടി. അത് ഓർത്തോടിയതല്ല, എന്തോ ഭാഗ്യത്തിന് അതിന് ഓടിയെത്തിയല്ലേ. അതേ ഭാഗ്യത്തിന് ഞാൻ സത്യം. ഈ പരിക്കിൻ്റെ സ്ഥിതി എന്താ? പരിക്കിൻ്റെ സ്ഥിതി ഇപ്പോൾ ഇനി 15 ദിവസം കഴിഞ്ഞിട്ട് ചെല്ലാനാണ്. ഇത് പിടിച്ചിട്ടോ? പിടിച്ചിട്ടു. ഇനിയിപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവില്ല? അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ കമ്പനിയാണെല്ലാം ചെയ്തേക്കുന്നത് ആണല്ലേ? ഒരു പൈസയും കമ്പനി മുടക്കിയിട്ടുള്ളു. ഇനിയിപ്പം 15 ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ചെല്ലാൻ പറഞ്ഞു. എന്താണെന്നുള്ളതല്ല. ഷോളർ എങ്ങനെ വന്നാലും ഒരു 5-6 മാസത്തേക്ക് ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളിത് ഷോൾഡർ പെട്ടെന്ന് പോയതല്ലേ, ഇങ്ങനെ താഴ്ന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ മജ്ജെല്ലാം കൂടി വന്നതിന് ശേഷം ഇതിൻ്റെ നഷ്ടപരിഹാരത്തിനും അങ്ങനെ എന്തെങ്കിലും? അല്ല, അത് ഫോറസ്റ്റുകാർ ഇതൊക്കെ കഴിഞ്ഞിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പേപ്പർ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്നു അതിൻ്റെ എന്താ വെച്ചാൽ പേപ്പറൊക്കെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞത് നോക്കാമെന്ന് പറഞ്ഞു. അവിടുത്തെ വേറെ ഏതെങ്കിലും തൊഴിലാളികൾക്ക് അവിടെ കുറേ ഹിന്ദിക്കാരൊക്കെ ജോലി ചെയ്യുന്നുണ്ടല്ലേ? ഇല്ല, അവർക്കൊക്കെ സമയം അല്ല. അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 9 മണി 10 മണി കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങുള്ളൂ. അതിന് മുന്നേ ഞാനൊരു 8 മണിയാകുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ കാക്കുന്നുണ്ട്. പണിക്കാർ വരുന്നതിന് ആദ്യം പോയി നോക്കിയിട്ട് ഞാൻ ആദ്യമേ എല്ലാം ഒന്ന് റൗണ്ട് അടിച്ച് കറങ്ങിയിട്ടാണ് ആനയുണ്ടോ സാറന്മാരെ വിളിച്ചു. അപ്പം ഇല്ല, ഇന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് എല്ലാ സ്ഥലത്ത് ഇങ്ങനെ വന്നിട്ടുണ്ട്, അത് നേരെ ഇങ്ങോട്ട് വരുന്നുണ്ട് അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെയാണ് പണിക്കാർ ഇറക്കുന്നത്. ഞാൻ ആദ്യം ഇറക്കുന്നത്, അതിനുശേഷം പണിക്കാർ വരുള്ളൂ. പണിക്കാരെല്ലാം സാറന്മാരായാലും എന്നോട് ചോദിച്ചിട്ടേ വരത്തുള്ളൂ. സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ഒരു ജീവൻ മരണ അത് തന്നെ. ദിവസവും ഞാൻ രാവിലെ ഒന്ന് പോകും, അതിന് ശേഷമാണ് എല്ലാവരും വരുന്നത്. എവിടെ ആനയുണ്ട്, ചിലപ്പോൾ 2 പേര് വരുമോ. അപ്പോൾ വണ്ടി എടുത്തിട്ട് വരണമെങ്കിലും ഞാൻ പറയും, ഞാൻ ചില സമയത്ത് ഞാൻ അങ്ങ് എത്തിയില്ല, അവിടുത്തെ സ്ഥിതി എന്താണെന്നുള്ള അറിയില്ല. ചേട്ടൻ പോകുമ്പോൾ എങ്ങനെ നടന്നാണോ പോവുക? ഞാൻ നടന്നു പോകുക. അല്ല, വണ്ടിക്ക് പോക്ക് എടുക്കില്ല. നടന്നെല്ലാം നോക്കിയിട്ട് രാവിലെ ഒരു ട്രിപ്പ് നടന്നങ്ങ് നോക്കി അങ്ങനെ അങ്ങേറ്റ ബൗണ്ടറി വഴിയെല്ലാം നോക്കും. അതിന് ശേഷമാണ് ഇവർ വരുന്നത്. ഇപ്പോൾ സാറന്മാരായാലും ചോദിക്കും, ഞാൻ ചില സമയത്ത് ഞാൻ പറയും, ഞാൻ അങ്ങേ സൈഡ് എത്തിയില്ല, നിങ്ങൾ ഇതിലേ വന്നിട്ട് പോവാം. ഇവർ പിന്നെ ഇത് നോക്കാനൊക്കെ വരുന്നുണ്ടല്ലോ, പരിപാടി പിന്നെ എന്തൊക്കെയാണ് അവിടെ ഡ്യൂട്ടി ഉണ്ടല്ലോ. എന്നാലും ബുദ്ധിമുട്ടായില്ലേ? ബുദ്ധിമുട്ടായി. മണ്ണ് പരിശോധനയും എല്ലാ സംഭവമുണ്ട്. ഈ ഭാഗത്തേക്ക് ഇങ്ങനെ ഈ ഭാഗത്ത് ദിവസം മുഴുവൻ ആനയാണ് ഈ ചേട്ടൻ്റെ വീടിൻ്റെ പ്രദേശം. ഇത് 12 അല്ലേ ശരിക്കും? വെള്ളം കൊടുക്കുക. 12 ബ്ലോക്ക് ആണല്ലേ? ഇതും ആ സ്ഥലമായിട്ട് ഒത്തിരി വ്യത്യാസമില്ലേ? ഇത് അത് പിന്നെ കാക്കയങ്ങളിനടുത്ത് പാലപ്പുഴ ഫസ്റ്റ്. ഇവിടെ അന്ന് രാത്രി ഇഷ്ടംപോലെ അന്ന് രാത്രി ഒരു 10-15 ആന ഈ ഭാഗത്തുണ്ട്. 15 ആന. ഞാൻ ഇതിലെ കയറി വരുമ്പോൾ പിന്നെ നമ്മളെ കക്ക വയ്ക്കുന്ന ആനയുണ്ട്, ശ്രദ്ധിക്കണമെന്നു. പിന്നെ ഈ വണ്ടിക്കാരൻ എന്നെ കൂട്ടാൻ വന്ന സമയത്ത് ഈ കടയ്ക്ക് മുന്നിൽ ആനയുണ്ട്. പിന്നെ രാത്രി ഞാൻ ഉറങ്ങി കഴിക്കുന്ന 2 മണിക്ക് വന്നിട്ട് പിള്ളമാരെ വിളിച്ച് ആനയുണ്ട്, ഇവിടെ ആനയുണ്ട്, അവിടെ ആനയുണ്ട്. മുഴുവൻ ആനയായിരുന്നു അന്നത്തെ ദിവസം. അത് എങ്ങനെ വന്നു എന്നുള്ളത്. അത്ര ആന ഉണ്ടായിരുന്നു. 10-15 അനീഷിനെ കൊന്ന അന്ന് 10-15 ആന ഇതിന് ഈ 12 ബ്ലോക്കും 15 ബ്ലോക്കും ആയിട്ട് ഇറങ്ങി. എല്ലായിടത്തും ഉണ്ടല്ലേ? 11ഉം 12ഉം ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ തൊട്ട് തലേ ദിവസം രാത്രി ആണേലും ആന എന്തൊക്കെ ഓടിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു? ഇല്ല, ഒന്നും ആരോടിക്കേ. ഈ അനീഷിനെ ചവിട്ടി അന്ന് ഇവർ ഓടിച്ചോ എന്നുള്ളതൊന്നും അറിയില്ല. പക്ഷെ എവിടെ നിന്ന് വന്ന ആനയൊന്നുമില്ല, 10-15 ആന ഇറങ്ങിയത് ആണല്ലേ? ഈ മേഖല 11ഉം 12ഉമായിട്ട് ഫുൾ ആന തന്നെയാണ്. എല്ലാ ഭാഗങ്ങളിലും ഒരു ഭാഗം ഒഴിവില്ല, അങ്ങനെ ആനയാണ്. ഇത്ര ആനയല്ലേ? എങ്ങനെ വന്നു എന്നുള്ളത്. പറമ്പിലൊന്നും ഒരു സാധനം ഏതാ പറമ്പിലൊന്നും നട്ടാൽ എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. ആന പോകാതൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. നമ്മളൊക്കെ ഉറക്കൊഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുന്നതുകൊണ്ടാണ് ഒന്ന്. എന്തായാലും ഒച്ചയാക്കും തന്നെ എഴുന്നേറ്റ് അവിടെ നിന്ന് ഒച്ചയാക്കുന്നതുകൊണ്ട് കയറുന്നില്ല. സൈഡ് കയറി വരുന്നുണ്ട്. ഏത് സമയം ഇതൊക്കെ എപ്പോഴും കയറുന്നതാണ് ഈ സൈഡൊക്കെ. പിന്നെ കുറേ സ്ഥലങ്ങൾ തെളിക്കാതെ ഉണ്ട്, അതാണ് മെയിൻ വിഷയം. മുകളിലേക്ക് ഈ മുകളിലുണ്ട് ഇതുപോലെയുള്ള സ്ഥലങ്ങൾ തെളിക്കാതെയാണ്. അവിടെ ഫാമിൻ്റെ ഒരു പ്രദേശമില്ലേ അതിൻ്റെ മുകളിലായിട്ട്? ഇല്ല, ഫാമിൻ്റെ പ്രദേശം ഇവിടെ ഇല്ല.
അല്ല ഈ 12 അവിടുത്തെ മുകളിലേക്ക് അത് മുകളിലേക്ക് ഫാമിൻ്റെ അല്ല, അത് സ്ഥലമായിട്ട് കൊടുത്തതാണ്. പക്ഷെ അത് ഫോറസ്റ്റ് ഏരിയ പോലെ ഉള്ളത്. അതൊന്നും അവിടെ ആരും താമസിക്കാനുള്ള ഇതില്ല. ഒരു മരം പിന്നെ ഫുള്ള് പാറക്കെട്ടുകൾ, ഏറ്റവും താഴെ താമസിക്കാൻ ഫുള്ളും മരങ്ങൾ ആന സ്ഥിരം നിൽക്കുന്നതല്ല. നിൽക്കുന്നത്. അത് മരങ്ങൾ മുറിക്കാനുള്ള ഇതുപോലും ഇല്ല. നമ്മളിപ്പോൾ താമസിച്ച് കഴിഞ്ഞാൽ ഒരു മരം മുറിക്കാൻ പറ്റൂല. പിന്നെ അവിടെ ആരാ നിൽക്കുക? കളന്ന് തിട്ടപ്പെടുത്തിയ സ്ഥലമാണ്. പക്ഷെ അതാരും കൊടുത്തില്ല ഇന്നുവരെ. ഫുള്ള് മരങ്ങളും കാടുകളും അല്ലെങ്കിൽ മറ്റേ പാറകളും നിറഞ്ഞ സ്ഥലം. അത് അവിടെ ഒന്നും ഒരു കൃഷി പോലും ചെയ്യാൻ പറ്റില്ല. നടക്കില്ല. ഇല്ലില്ല, ആർക്കും കൊടുത്തിട്ടും കാര്യമില്ല. ഫോറസ്റ്റ് പോലെ ഉള്ള സ്ഥലം, അതിനകത്ത് ഒരു കൃഷി പോലും ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഈ വീട്ടിൽ ചേട്ടൻ മാത്രമാണോ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്? ഞാൻ മാത്രം അല്ലേ? ചേട്ടനാണ് ഈ വീടിൻ്റെ ഏകാശ്രയം. ഞാൻ തന്നെയാണ്. 3 പിള്ളേർ പഠിക്കുന്നുണ്ട്. അല്ലേ? ഞാൻ മാത്രമേ പോയിക്കൊണ്ടിരുന്നു. ഇപ്പോൾ പെണ്ണുങ്ങൾക്ക് അങ്ങനെ തൊഴിലുറപ്പില്ല. ശരിക്കും പറഞ്ഞാൽ ഈ കുടുംബത്തിൻ്റെ മൊത്തത്തിലുള്ള വരുമാനം തന്നെ ഞാൻ മാത്രമായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പിള്ളേരൊക്കെ ഫീസ് കൊടുത്ത് പഠിക്കുന്ന. അല്ലേ? അപ്പം നമ്മളേതായാലും ആ ചേട്ടനോട് സംസാരിച്ചു. ആ ചേട്ടൻ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. അവിടുത്തെ ജിയോ എർത്ത് എന്ന് പറയുന്ന ആ കമ്പനിയിലെ സ്റ്റാഫാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിനാണ് ഇത്തരത്തിൽ ഒരു ദാരുണമായ സംഭവം ഉണ്ടായത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. നമ്മൾ ആ പ്രദേശത്ത് നമ്മൾ ഇതിന് മുന്നേ പോയിട്ടുള്ള നിരന്തരം കാട്ടാനയുടെ ശല്യമുള്ളൊരു പ്രദേശമാണ്. മാത്രമല്ല ഒത്തിരി തെങ്ങുകളൊക്കെ പോയി കിടക്കുന്നൊന്നും അന്നത്തെ ആ ഒരു എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ്. ഏതായാലും ആ ചേട്ടൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടിരിക്കുകയാണ്. കാട്ടാന പുറകെ ഓടി വന്നു എന്ന് പറഞ്ഞാൽ പോലും ചേട്ടൻ ഓടി രക്ഷപ്പെടാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് രക്ഷപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഭാഗ്യം കൊണ്ടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഭാഗ്യം കൊണ്ടും അദ്ദേഹം രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. ഇതുപോലെ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്ന ആളുകൾ നിരവധിയാണ് ഈ പ്രദേശത്ത്. ഇപ്പോൾ ഒരാൾ മരിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതേ ദിവസം തന്നെയാണ് ഈ ഒരു സംഭവം നടന്നതെന്നുള്ളതും വളരെ പ്രത്യേകതയുണ്ട് കേട്ടോ. ഏതായാലും കാട്ടാനകൾ വളരെ രീതിയിൽ അക്രമാസക്തമാകുന്നു, കൃഷികൾ നശിപ്പിക്കുന്നു. ഇവിടെ ആനകൾ വല്ലാതെ പെറ്റു വരികയിരിക്കുകയാണ്. ഇത്തരം സംഭവങ്ങളൊക്കെ വർദ്ധിച്ചും വരികയാണ് കേട്ടോ. ഏതായാലും വളരെ ദാരുണമായി പോയി ആ ഒരു സംഭവം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.